കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ പ്രതിച്ഛായ കൂട്ടാൻ പുതിയ തന്ത്രങ്ങളുമായി നേതാക്കൾ. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയവരെ പ്രകീർത്തിച്ച് വീഡിയോകൾ പുറത്തിറങ്ങി. VD സതീശന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകം അണിയറയിൽ ഒരുങ്ങുന്നു. രമേശ് ചെന്നിത്തലയെ ജനനായകനായി ചിത്രീകരിച്ചാണ് വീഡിയോ. 2005 കോൺഗ്രസ് പിളർപ്പിൽ പാർട്ടിയുടെ രക്ഷകനായത് ചെന്നിത്തലയാണെന്ന് വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നു. For the betterment of the country and the betterment of the future of the people, we can come together and work together. 1956 മെയ് 25 ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള ചെന്നിത്തലയിൽ വി രാമകൃഷ്ണൻ നായരുടെയും ദേവകിയമ്മയുടെയും മകനായി രമേശിന്റെ ജനനം. ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് തന്നെ രമേശ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പ്രകീർത്തിച്ച് ഗാനവും പുറത്തിറക്കിയിട്ടുണ്ട്. ചർച്ചകൾക്കിടയിൽ പാർലമെന്റിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകവും KC വേണുഗോപാൽ പുറത്തെത്തിക്കുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് കടുക്കുന്നതിനിടെ കേരള യാത്ര പോഡ്കാസ്റ്റുമായി രമേശ് ചെന്നിത്തല. പോഡ്കാസ്റ്റിന് പുതിയ യൂട്യൂബ് ചാനലും ചെന്നിത്തല തുടങ്ങിയിട്ടുണ്ട്. ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പോഡ്കാസ്റ്റ് എന്ന് ചെന്നിത്തലയുടെ വിശദീകരണം. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, 4-ാം തീയതി വിധി വരും മുൻപ് തന്നെ വലിയ പ്രചാരണ പരിപാടികളാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ളത്. ഒടുവിലൊരു കസേര മതിയാകാതെ വരുമോ? ഒരു ബെഞ്ച് തന്നെ വേണ്ടി വരുമോ നിലവിൽ ഈ പ്രചരണങ്ങളൊക്കെ കണ്ടിട്ട്? നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടെണ്ണലിന് ഇനിയും 10 ദിവസമുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ലക്ഷ്യമിട്ട് കരുനീക്കങ്ങൾ നടത്തുന്ന രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നീ നേതാക്കളെ പുകഴ്ത്തുന്ന ദൃശ്യങ്ങൾ, ഒപ്പം എഴുത്തുകൾ എന്നിവ സാമൂഹ്യ മാധ്യമത്തിൽ സജീവമാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രമേശ് ചെന്നിത്തലയെ ജനനായകൻ എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ഇന്ന് പുറത്തിറങ്ങിയത്. ഒപ്പം തന്നെ KC വേണുഗോപാൽ ഈ ചർച്ച കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ തന്റെ പാർലമെന്റ് നിയമസഭാ പ്രസംഗങ്ങളുടെ സമാഹാരം കൂടി പുറത്തിറക്കി എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണച്ച് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റുന്ന ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇടയിൽ VD സതീശന് വേണ്ടി ഗാനങ്ങളും ദൃശ്യങ്ങളും ഉൾപ്പെടെ അണിയറയിൽ തയ്യാറാകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. VD സതീശന്റെ പ്രസംഗ സമാഹാരം ഏറെ വൈകാതെ പുറത്തുവരുമെന്ന വിവരങ്ങളാണ്. അതിനിടയിൽ തന്നെ ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ജീവിതകഥ ഡോക്യുമെന്ററി ആകുന്നു. അതിന്റെ ചിത്രീകരണം അന്തിമഘട്ടത്തിലാണെന്ന വിവരം കൂടിയുണ്ട്. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടി അവരുടെ അനുയായികൾ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ പോരാട്ടത്തിന് തുടക്കമിടുന്ന ഘട്ടത്തിലാണ് KC വേണുഗോപാലിനെ പിന്തുണച്ച റോജി M. ജോണിനെ അധിക്ഷേപിക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആഹ്വാനം ചെയ്യുന്ന അതിന്റെ സ്ക്രീൻഷോട്ടുകളടക്കം ഇന്ന് പുറത്തുവന്നത്. അത് ഇലക്ഷൻ 2026 VDS എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായത്. KC വേണുഗോപാലിനെ പിന്തുണച്ച K. സുധാകരനെ അധിക്ഷേപിച്ചുള്ള പോസ്റ്റും അതിനകത്തുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൽ അത് ആഭ്യന്തര അന്വേഷണത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ വ്യാജ പ്രൊഫൈലുകളിൽ കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കുന്ന ആരോപണമായി KPCC തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഗാനങ്ങൾ ഇറങ്ങുന്നു, ഒപ്പം ഡോക്യുമെന്ററികൾ ഇറങ്ങുന്നു, പുസ്തകങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ സജീവമാണ് സാമൂഹ്യ മാധ്യമത്തിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലിനും വേണ്ടിയുള്ള പ്രചാരണം. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.